എല്ലാവരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന പലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട നിസ്സഹായ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ്. നമുക്കറിയാം 1948 ഉണ്ടായ ജൂതരാഷ്ട്രം ഒരു ചതിയിലൂടെ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ചേർന്നുണ്ടാക്കിയ ആ ജൂതരാഷ്ട്രം പിന്നീട് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട പലസ്തീനികളെ ആട്ടിയോടിക്കുന്ന രൂപത്തിൽ ഇന്ന് ഒരു നരനാട്ടായി മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അതിനകത്ത് പ്രതിഷേധിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. പക്ഷേ പഴയ കാലത്തെ പോലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇന്ത്യയിലെ തെരുവോരങ്ങളിൽ അതിനുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഇസ്രായേലിൽ പോലും അതിനെതിരായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരുപാട് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതിനൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ നമ്മുടെ വളരെ കാലം മുമ്പ് തന്നെ പലസ്തീന് അനുകൂലമായി നിന്ന മഹാത്മാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അനുകൂലമായി നിന്ന ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാരുമൊക്കെ വേണ്ടപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് വരാത്ത സന്ദർഭത്തിൽ നമ്മുടെ മഹലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിന് സമസ്ത ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സുന്നി മഹൽ ഫെഡറേഷൻ നിർദ്ദേശപ്രകാരം നമ്മളും ആ ഒരു പ്രതിഷേധത്തിൽ അണിചേരുകയാണ്. ആദ്യമായി നമ്മൾ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നു. തുടർന്ന് ഉസ്താദ് നമ്മോട് സംസാരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മഹലിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതിജ്ഞ നമ്മൾ വായിക്കുകയും നിങ്ങളേക്ക് ഓ ഗസ, നീ തനിച്ചല്ല, ഞങ്ങളുമുണ്ട്. ഫലസ്തീന്റെ ഓരോ മുറിവും വേദനയും ഞങ്ങളുടേത് കൂടിയാണ്. ഞങ്ങൾ കുമാരൻ നെല്ലൂർ നെല്ലിക്കുത്ത് മഹലിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി ഗസയുടെയും ഫലസ്തീനിലെയും നിരപരാധികളായ ജനങ്ങളോടൊപ്പം അടിയുറച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഗസയിലെ നിരപരാധികളുടെ രക്തച്ചൊരിച്ചിലിനെതിരെ ഞങ്ങളുടെ സ്വരവും ഹൃദയവും ഉയർത്തും. ഗസയിലെ കൂട്ടക്കുരുതികൾക്ക് അറുതി വരുന്ന ദിനമുണ്ടാകും. അതുവരെ ഞങ്ങളും പോരാട്ടത്തോടൊപ്പമുണ്ട്. സാമ്രാജ്യത്തിന്റെയും ഇസ്രായേൽ വംശഹത്യയുടെയും അധിനിവേശത്തിന്റെയും മുന്നിൽ നാം പകച്ചു നിൽക്കില്ല. അതിനെതിരെ ഞങ്ങളുടെ ശബ്ദവും കൈയും ഉയർന്നു പൊങ്ങും. ഞങ്ങൾ ഉറച്ചു നിലകൊള്ളും. സ്വാതന്ത്ര്യത്തിനായി കേഴുന്ന ഫലസ്തീനൊപ്പം ഞങ്ങളും പ്രാർത്ഥനയും പ്രവർത്തനവുമായി കൂടെയുണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ലോകം പല ഭാഗത്തും പ്രതിഷേധങ്ങളിൽ ഈ ഗസയിലെ പാവപ്പെട്ട നമ്മുടെ പിഞ്ചു കുട്ടികളും സഹോദരിമാരും അടങ്ങുന്ന പാവപ്പെട്ട ആളുകളെ നിഷ്ഠൂരമായി പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു അവസ്ഥയിൽ ലോകമൊട്ടുക്കും കണ്ണു തുറന്ന ഒരു അവസരത്തിൽ നമ്മളും അവരോടൊപ്പം അണിചേരുകയാണ്. ഓ ഗസ, നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്നുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് ഇതിന് നിസ്സംഗതയാണ് ആ വിഷയത്തിൽ. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ്. ഇന്നത്തെ പത്രം നമ്മൾ കണ്ടിരിക്കും. 40ഓളം ബോട്ടുകളിലായി അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുപോയ ആ ഒരു കപ്പലുകളും അതേപ്രകാരം ബോട്ടുകളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പട്ടിണി കൊടുക്കാതെ വെള്ളം പോലും കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നൊരവസരത്തിൽ നമ്മുടെയൊക്കെ ആഘോഷങ്ങളും നമ്മുടെയൊക്കെ ഭക്ഷണത്തിൻ്റെയൊക്കെ ബാക്കിയൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ നെഞ്ഞു പൊട്ടുകയാണ്. നമ്മുടെ പാവപ്പെട്ട ചെറിയ കുട്ടികളുടെ അവസ്ഥകളും എല്ലാം എന്ത് ചെയ്യുക, അവിടെ ഒരു പട്ടിണി പാവങ്ങളുടെ കോലൊക്കെ കാണുമ്പം ഭക്ഷണം തന്നെ എനിക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള ചില എഴുത്തുകാരികളായ അമുസ്ലിമികളായ സഹോദരികൾ പോലും പറയുകയുണ്ടായി. ഇന്നലെ ഒരു അമുസ്ലിം സഹോദരി 1000 ലിറ്റർ വെള്ളം അവിടെ എത്തിച്ചിട്ട് അവിടുത്തെ ഗസയിലെ ഒരു കുട്ടി അതിന് നന്ദി അർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിലെ കേരളക്കാരിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസരത്തിൽ ഇങ്ങനൊരു പ്രതിഷേധമെങ്കിലും അതിൻ്റെ പേരിൽ നമ്മൾ നടത്തി എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി മാത്രമാണ്. എന്നാൽ അതിനുള്ള ഇതിലേക്ക് പ്രതിഷേധിക്കാനുള്ള ഒരവസ്ഥയും നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
ലോകരാഷ്ട്രങ്ങളാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത്. ലോകരാഷ്ട്രങ്ങൾ നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ ചുറ്റും കെട്ടിക്കുന്ന 40ഓളം മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഒന്ന് ഒത്തൊരുമിച്ച് തന്നെ എല്ലാവരും ഐക്യകണ്ഠേന ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ പട്ടിണി പാവങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് മോചനം നൽകുമാറാവട്ടെ. അവരുടെ പട്ടിണി അള്ളാഹുത്താൽ അവർക്ക് ഭക്ഷണം നൽകുമാറാവട്ടെ. അവരുടെ ശത്രുക്കളെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും അള്ളാഹു തകർത്ത് തരിപ്പണമാക്കട്ടെ. അവർക്ക് അള്ളാഹു അഭിമാനം സ്വതന്ത്രമുള്ള രാജ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ